ഒരു ബ്രാൻഡിൻ്റെ അംബാസഡർ ആരാണെന്ന് അറിയാമോ? കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായ പേര് രാജീവ് ചന്ദ്രശേഖർ. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ കാണുന്ന ഒരു വൈറൽ പോസ്റ്റ്. BPL എന്ന കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയി രാജീവ് ചന്ദ്രശേഖർ ഉണ്ടെന്നാണ് ആരോപണം. ഇത് കണ്ടപ്പോൾ പലരും ഞെട്ടി. ചിലർ വിശ്വസിച്ചു, ചിലർ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഒരു പൊളിറ്റീഷ്യൻ ഒരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആകുന്നത് സാധാരണമാണോ? രാജീവ് ചന്ദ്രശേഖർ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഒരു വ്യവസായിയും ആണ്. അദ്ദേഹത്തിന് നിരവധി കമ്പനികളുമായി ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഫാക്റ്റാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ BPL മൊബൈൽസിൻ്റെ അംബാസഡർ ആണ് എന്ന് നമുക്ക് നേരിട്ട് പറയാനാകുമോ? ഇവിടെ പലരും ഉപയോഗിക്കുന്നത് ചില പഴയ ഫോട്ടോകൾ ആണ്, ഒരു പരിപാടിയിൽ നിന്നുള്ള ചിത്രം, ചില ബിസിനസ് മീറ്റുകളിലെ വിഷ്വൽസ്. ഇവയെല്ലാം എടുത്ത് ഇതാണ് തെളിവ് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോയ്ക്കും ക്യാപ്ഷനും വലിയ പവറുണ്ട്. ഒരു ചെറിയ ട്വിസ്റ്റ്, ഒരു മിസ്ലീഡിംഗ് ലൈൻ, അതോടെ ട്രൂത്ത് തന്നെ മാറിപ്പോകും. ഇപ്പോൾ വലിയ ചോദ്യം, ഇതൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് ബിൽഡ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മിസ്ഇൻഫോർമേഷൻ ആണോ? ഇന്നത്തെ കാലത്ത് ഫേക്ക് ന്യൂസും ഹാഫ് ട്രൂത്തിനും തമ്മിലുള്ള ബൗണ്ടറി വളരെ ചെറുതാണ്. നമ്മൾ കാണുന്നത് എല്ലാം സത്യമാണെന്ന് കരുതിയാൽ നമ്മൾ തന്നെ അതിൻ്റെ ഇരയാകും. ഒഫീഷ്യൽ സോഴ്സസ് ഒന്നും കൺഫേം ചെയ്യാതെ ഒരു ക്ലെയിം മാത്രം ആശ്രയിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കൺക്ലൂഷൻ എടുക്കുന്നത് അത് ശരിയായ രീതിയാണോ? അതുകൊണ്ട് ഒരു പോസ്റ്റ് കണ്ടാൽ ഉടൻ ഷെയർ ചെയ്യാതെ 2 മിനിറ്റ് എടുത്ത് ഫാക്ട് ചെക്ക് ചെയ്യൂ. കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് മിസ്ഇൻഫോർമേഷനാണ് ഏറ്റവും വലിയ ആയുധം. ഇപ്പോൾ ഇനി നിങ്ങളോട് ചോദിക്കാം, ഇത് സത്യമാണോ അല്ലെങ്കിൽ ഒരു വൈറൽ പ്രൊപ്പഗൻഡ മാത്രമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഇത്തരം കൂടുതൽ ഫാക്ട് ബേസ്ഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.